സുഹൃത്തുക്കളെ, കറുപ്പൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മീനാക്ഷിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കഥയെഴുത്തുകാരി വന്നിരുന്നു. മീനാക്ഷി നിങ്ങൾ വിചാരിക്കും പോലെ ചെറിയൊരു കുട്ടിയല്ല. ടോപ്പ് സിംഗറിലെ ഇരുമ്പിൻ്റെയും പഞ്ഞിയുടെയും കഥ പറയുന്ന ആളായി തീർന്നാൽ മതിയെന്നാണോ നോവലിസ്റ്റ് ശാരദ ടീച്ചർ പറയുന്നത്? ആ കുട്ടി ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അൺടച്ചബിലിറ്റി എങ്ങനെ ഉണ്ടായി? അവരെ എന്തിനാണ് അങ്ങനെ ആക്കി തീർത്തത്? അൺടച്ചബിലിറ്റി പഠിപ്പിക്കാം എങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ കാരണം കൂടി പഠിപ്പിക്കാത്തതെന്നല്ലേ മീനാക്ഷി ചോദിച്ചുള്ളൂ. അതിന് ഉത്തരം മുട്ടിയപ്പോൾ പഞ്ഞിയുടെയും ഇരുമ്പിൻ്റെയും കഥ കൊണ്ടിറങ്ങിയിരിക്കുന്നു നാണമില്ലാതെ ശാരദ. പണ്ടൊരു മണ്ടനായ തമ്പ്രാനുണ്ടായിരുന്നു. എത്ര കോരി വെച്ചിട്ടും മട ഉറയ്ക്കുന്നില്ല. തമ്പ്രാൻ കാരണം തിരക്കി. കൂടെയുണ്ടായിരുന്നവൻ ഉപദേശിച്ചു കൊടുത്തു, തമ്പ്രാൻ്റെ വിശ്വസ്തനായ ചാന്നാനെ ആ മടയിൽ ചവിട്ടിത്താഴ്ത്താൻ. അപ്രകാരം തമ്പ്രാൻ കാലുകൊണ്ട് അവനെ തൊഴിച്ച് മടയിലേക്ക് തള്ളിയിട്ട് ആ ചെയറിലേക്ക് അവനെ ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. പാവം പുലയനായ ചാന്നാൻ മരിക്കുകയും ചെയ്തു. അവിടെ ചാന്നാൻ ഒരു ക്ഷേത്രവും ഉണ്ടായി. ആ കുടുംബത്തിലെ ഇത്തിൽക്കണ്ണിയാണോ ശാരദ? നാളെ മീനാക്ഷിയുടെ അതേ അഭിപ്രായം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകാൻ വലിയ താമസമില്ല. മനസ്സുകൊണ്ട് മനുഷ്യനെ അറിയുന്ന പിള്ളേരാണ് ഇപ്പോഴുള്ളത്. കണ്ടില്ലേ, വിശ്വസ്തൻ തന്നെ ക്ഷേത്രത്തിനെ കൊള്ളയടിക്കുന്ന കഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.